അരവിന്ദ് എന്താ ചെയ്യുന്നേ? നിന്റെ കൂടെ ലഞ്ച് കഴിക്കാന്ന് കരുതി. സാധാരണ അരവിന്ദിന്റെ ക്യാബിലല്ലേ ലഞ്ച് കഴിക്കാറ്. എന്താ ഇപ്പൊ ഒരു മാറ്റം? ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പങ്കുവയ്ക്കാൻ പോവല്ലേ. അപ്പോ ഈ ലഞ്ച് ഷെയർ ചെയ്യുന്നത് ഒരു തുടക്കമായിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെയുള്ള എന്തെങ്കിലും ഉദ്ദേശം അരവിന്ദിനുണ്ടെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടണ്ട. അരവിന്ദിന്റെ ക്യാബിനിലേക്ക് തിരിച്ചു പോയിക്കോ. അരവിന്ദിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞതല്ലേ. പ്ലീസ് ലീവ് മീ അലോൺ. അങ്ങനെ നിന്നെ വിടാനൊന്നും പറ്റില്ല. നമ്മൾ കല്യാണം കഴിക്കുമെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പരസ്പരം വാക്ക് കൊടുത്താണ്. അധികം വൈകാതെ നമ്മുടെ നിശ്ചയവും നടക്കും, പിന്നെ കല്യാണവും. എന്നിട്ടും നീ ഇങ്ങനെ പെരുമാറിയ എങ്ങനെ ശരിയാവും മുക്ത? തന്നെ ഞാൻ തൊട്ടെന്താ കുഴപ്പം? വെറുതെ ഓവർ റിയാക്ട് ചെയ്യല്ലേ. കുറെ കാലം നമ്മൾ ഫ്രണ്ട്സായി നടന്നുകൊണ്ടാവാം നിനക്ക് എന്നെ ഭർത്താവായി കാണാൻ പറ്റാത്തത്. ഞാൻ നിന്നോട് കൂടുതൽ എടുക്കാനോ സ്വാതന്ത്ര്യം എടുക്കാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഐ വാസ് ഓൾവേസ് എ ജെന്റിൽമാൻ. പക്ഷേ അത് വലിയ മണ്ടത്തരമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൂടുതൽ റൊമാൻറ്റിക്കായ ആണുങ്ങളെയാണല്ലോ ഇഷ്ടം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴല്ലേ. നമ്മൾ തമ്മിൽ കൂടുതൽ എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്ക് എന്നോടുള്ളൂ. ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. എന്നാ ഞാൻ പോലീസിനെ വിളിക്കും. സീരിയസ്ലി? യെസ്, സീരിയസ്ലി. ഗെറ്റ് ഔട്ട്. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഞാൻ നിന്നെ തൊട്ടാ നീ പോലീസിനെ വിളിക്കും അല്ലേ? പക്ഷേ കൈലാഷം നിന്നെ കെട്ടിപ്പിടിച്ച നീ പ്രതികരിക്കില്ല അല്ലേ? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? കൈലാഷ് എന്ത് ചെയ്താലും നിനക്ക് കുഴപ്പമില്ല അല്ലേ? ഇല്ല, അവൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് കൈലാഷിനെ ഇഷ്ടമാണ്. എന്താ നിനക്ക് തൃപ്തിയായോ? സ്കൂൾ ഡേയ്സ് മുതലേ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. അരവിന്ദിനോട് ഞാൻ ചിരിച്ച് സംസാരിച്ചത് തന്നെ കൈലാഷിനോട് എനിക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി മാത്രം. അരവിന്ദ് കൈലാഷിന്റെ കൂട്ടുകാരനല്ലായിരുന്നുവെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. എന്താ നീ എന്ത് ചെയ്യും? എന്റെ മമ്മിയോട് ചെന്ന് പരാതി പറയൂ. പോയി പറ. ഞാൻ പറയുന്നതിന് മുൻപ് നീ മമ്മിയോടെല്ലാം പറഞ്ഞാ എന്റെ റൂട്ട് ക്ലിയർ ആകും. ദാറ്റ്സ് ഓൾ. നിന്റെ മമ്മിയെ എതിർക്കാൻ മാത്രമുള്ള ധൈര്യം നിനക്കുണ്ടോ? നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടന്നിരിക്കും. എന്റെ മമ്മിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അരവിന്ദ് എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു എന്നത് എന്റെ മമ്മി അറിഞ്ഞാലേ മമ്മി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാ നീ വിചാരിച്ചത്? നിന്നെ തൂക്കിയെടുത്ത് ജയിലിലിടാൻ വേണ്ടതല്ല മമ്മി തന്നെ ചെയ്തോളും. എനിക്കതേ ഇപ്പോഴേ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്താലേ അതുകൊണ്ട് ഈ കമ്പനിക്ക് ചീത്തപ്പേരുണ്ടായെന്ന് വരും. അതിനെനിക്ക് താല്പര്യമില്ല. മുക്ത, നീ വലിയ തെറ്റാ ചെയ്യുന്നത്. നിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട. നൗ യു ഗെറ്റ് ഔട്ട്. എങ്ങോട്ടാ പോണേ? ചോദിച്ചു കേട്ടില്ലേ എങ്ങോട്ടാ പോണേന്ന്? മര്യാദക്ക് ചോദിച്ചതിന് മറുപടി പറഞ്ഞു. പണ്ടത്തെ പോലെ താങ്ങി നടക്കാൻ കൈലാശാറില്ല. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയ? നിന്റെ കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചാലും ആരും ചോദിക്കാൻ വരില്ല. സാർ എന്നെ തല്ലിയാലും അത് വലിയ വിഷയമല്ല. സാറ് പോസ്റ്റിലും പ്രായത്തിലും എന്നെക്കാളും സീനിയറാ. പക്ഷേ ഞാൻ സാറിനെ തല്ലിയാലോ? തല്ല് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ സാറങ്ങ് പേടിച്ചല്ലോ. അത് നല്ലതാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സാറിനെ തല്ലിയാ പിന്നെ സാറിനെ ഇവിടെ ജോലി ചെയ്യുന്നവരെ പേടിക്കുന്നത് പോയിട്ട് ഒന്ന് ബഹുമാനിക്കുക പോലുമില്ല.